വടകര സ്റ്റേഷനിൽ നിന്നൊരു MBBS സ്റ്റുഡന്റ് വരുമ്പോൾ അവന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൊത്തം പരതി നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പൊ അവന്റെ ബേക്കറത്തെ പോക്കറ്റിൽ നിന്ന് ഇത്ര കുപ്പിയിൽ ഒരു വെള്ളപ്പൊടി കിട്ടി. അപ്പൊ നമ്മൾ വെച്ചത് എന്താന്ന് വെച്ചപ്പം പറഞ്ഞു ഇത് അച്ഛന് കൊടുക്കാനുള്ള കർപ്പൂരപ്പൊടിയാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഇവൻ തങ്കപ്പെട്ട കുട്ടി തന്നെ കേട്ടോ, കർപ്പൂരല്ല കൊണ്ടുവരുന്നത്. അപ്പൊ വീണ്ടും വിളിച്ചു പറഞ്ഞു ഓൻ്റെ അടുത്ത് സാധനം ഉണ്ട് എന്ന് വീണ്ടും ഫോൺ വിളി വന്നപ്പോ നമ്മൾ പോലീസ് ആകെ കൺഫ്യൂഷനായി. അവനെ വീണ്ടും ഒന്നും കൂടി പരിശോധിച്ചപ്പോൾ അവന്റെ കീശയിൽ നിന്ന് ഈ മൊബൈൽ ഫോണിന്റെ പകുതി ഉള്ള ഒരു സാധനം കിട്ടി. അവനോട് ചോദിച്ചു ഇതെന്താന്ന് പറഞ്ഞപ്പോൾ ഒരു പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. പോലീസ് ഞാൻ പറഞ്ഞല്ലോ ഡിജിറ്റൽ പോലീസാണ്, നിങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ സംഗതിയൊക്കെ കിട്ടും. ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞൊരു ലെൻസ് ഉണ്ട് നിങ്ങളെ മൊബൈൽ ഫോണിൽ, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ലോകത്ത് എന്തിന്റെ ഫോട്ടോ ഗൂഗിൾ ലെൻസിൽ നിങ്ങൾ എടുക്കുക, ഗൂഗിൾ ലെൻസ് പറഞ്ഞു തരും ഇത് ഇന്നേ സാധനം എന്ന് പറഞ്ഞു തരും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ വെള്ളത്തിന്റെ എടുത്തിട്ട് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുക. ഗൂഗിൾ ലെൻസോട് ചോദിച്ചാൽ ഇതെന്താന്ന് വെച്ചാൽ പറയും കൂൾ എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ്, അത് വെള്ളമാണ്, ഇത് ഇവിടെയാണ് ഉണ്ടാക്കുന്നതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ വേണേൽ നോക്കിയാൽ മതി, ഗുളികന്റെ ഫോട്ടോ എടുത്താലും അറിഞ്ഞു തരും. അങ്ങനെ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ചങ്ങായി പറഞ്ഞു തന്ന് ഇത് മൈക്രോ മില്ലിഗ്രാം സാധനങ്ങൾ തൂക്കുന്ന ഒരു മെഷീനാണെന്ന് പറഞ്ഞു. മൈക്രോ മില്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു തരി 100ന്റെ അംശം അങ്ങനെയല്ലേ. അപ്പൊ അവരോട് ചോദിച്ചു ഇത് എന്തിനാണ് നീ മൈക്രോ മില്ലിഗ്രാം എന്താണ് തൂക്കാൻ നീ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മാപ്പാക്കണം, ഇത് ഡിജിറ്റൽ ലഹരിയാണ്. ഇതിന് മൈക്രോ മില്ലിഗ്രാമിന് 900 ഉറുപ്പ്യാണ് നമ്മൾ ഈടാക്കുന്നത്. അതായത് 2 തുള്ളി ഉണ്ടാവും, 2 പൊടി ഉണ്ടാവും. ഈ 2 പൊടിക്ക് എത്രയാ വില? 900 ഉറുപ്പ്യ. ഇത് നാവുമല്ലോ എവിടെയെങ്കിലും അങ്ങ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആക്കി ഇട്ടാൽ മതി, മുറിക്കൊന്നും വേണ്ട. നാവിൻ്റെ ഉള്ളിലോ ചേട്ടിൻ്റെ ഉള്ളിലോ എന്തെങ്കിലും അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് ആക്കിയാൽ പിന്നെ 48 മണിക്കൂർ നിങ്ങൾ പറക്കും പോലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറുമായിട്ടുള്ള ബന്ധം വിട്ട് പറക്കും നിങ്ങൾ. അപ്പൊ നിങ്ങൾ പറന്നാൽ എന്താ നല്ലതല്ലേ? പക്ഷേ ഈ പറക്കുന്ന മനുഷ്യന്റെ ആയുർദൈർഘ്യം 7 കൊല്ലാണ്.